How can we shout a better hallelujah? Hallelujah! Hallelujah! Amen. Amen. ദൈവനാമത്തിന് മഹത്വം കരേറ്റുന്നു. ഇന്ന് രാവിലെ വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ, ദൈവവചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാൻ ഈ അവസരം ലഭിക്കുന്നല്ലോ. May God's name be glorified. I thank God for the opportunity God has given us to be in the presence of God this morning. അനുഗ്രഹീതമായ ആരാധനാ സമയത്തിനായി ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. I also thank God for the blessed opportunity of worship this morning. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വളരെ ഭയഭക്തിയോടെ നാം ആയിരിക്കുന്നെങ്കിൽ, വിശേഷാൽ നമ്മുടെ ആരാധനാ സമയത്ത് നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുവാനും ദൈവത്തിന് മഹത്വം കരേറ്റുവാനും അവൻ അർഹിക്കുന്ന മഹത്വം കരേറ്റുവാനും ഒക്കെ അത് മുഖാന്തരമാകണം. And I pray that we will show reverence in the presence of God, and that will be a blessing for us as we worship God together. ഹേലി, ഞാനും നെർവസ് ആകട്ടോ. Haley, I'm also nervous this morning. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആമേനും preach it pastor എന്നൊക്കെ പറഞ്ഞോണം. So also encourage us as we are also sharing this morning. മനോഹരമായ ആ സന്ദേശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for the beautiful sermon that we heard this morning. നമ്മുടെ ചെറുപ്പക്കാര്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹീതമായിട്ട് ദൈവത്തിൻ്റെ വചനം നന്നായിട്ട് വിഭാഗിച്ച് പങ്കിടുമ്പോൾ അതിൽ ഞാൻ വളരെ സന്തോഷിക്കാറുണ്ട്. I also thank God and rejoice God because our young people also take the time to go into the depths of the word and share that with us. ഹേലി മനോഹരമായിട്ട് ആ വചനഭാഗത്തെ നന്നായിട്ട് എക്സ്പൗണ്ട് ചെയ്ത് അതിൽ നിന്നുകൊണ്ട് ലഭിച്ച സമയത്തിൽ കുറവ് ഉപയോഗിച്ച് നല്ലൊരു മാതൃക കാണിച്ചു. അനുഗ്രഹീതമായ സന്ദേശത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. Haley has set a great example, even limiting the time, even less time than what I have assigned her, to share in the passage and the depth of the passage and dividing it for us this morning. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മുഖാന്തരവും നമ്മെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. I pray that in the days to come our children will continue to do that, and it will be a blessing to us. ഞാൻ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. And the word of God says, from the children and those who are breastfed, the words of God will come forth. ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഒരു വലിയ ഉണർവ് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങൾ മുഖാന്തരമായിരിക്കും. I truly believe there will be a revival because of our children. പ്രായമുള്ളവർ മിണ്ടാതിരുന്നാലും കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് ആർത്തു വിളിക്കാൻ പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I truly believe even the older people are be quiet, the young people will rise up and praise God. ഈ അമേരിക്കയിൽ അനേക ക്യാമ്പസുകളിൽ അനേക സ്ഥലങ്ങളിൽ വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. In this country, in America, there's many college campuses, the revivals are going on. ഒഹായോയിലുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ ആയിരങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം വായിച്ചു. I read that in Ohio itself on one of the college campuses, thousands of people accepted the Lord. രാത്രി മുഴുവൻ ബാപ്റ്റിസം സർവീസ് നടക്കുക. I heard that throughout the night the baptism service was going on. ആദ്യത്തെ വലിയ നമ്പർ ബാപ്റ്റിസം നമ്മൾ വായിച്ചിട്ടുള്ളത് അപ്പോസ്തല പ്രവൃത്തിയിലാണ് അല്ലേ? In the Acts that we read of the 3,000 getting baptized. 3000 പേര് ഞാൻ പറയുന്നതിന് മുമ്പേ സാമ്പാർ അത് കഴിഞ്ഞ് ഇപ്പൊ എത്രയോ അധികമായിട്ടുള്ള ആളുകളാണ് കർത്താവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. So after that many people have come to know the Lord. ഇനി അങ്ങനെ ഒരു ഉണർവ് വരുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you truly believe we will have a revival like that? അത് ഈ ലേക്ക്ലാൻഡിലും കത്തിപ്പടരണം. And that revival should happen in Lakeland as well. നമ്മുടെ സഭയിലും അത് ഉണ്ടാകണം. Even that should happen in our own church. ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ വായിൽ കർത്താവ് ബലം നിയമിച്ചിട്ടുണ്ടെന്ന് എത്ര പേർക്ക് വിശ്വാസം? How many of you believe that word is given to our children as well? കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശക്തിയോടെ നമ്മുടെ കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും എഴുന്നേറ്റ് നിൽക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. And we need to believe that our children will stand firm for the Lord and use the word of God. Hallelujah. Amen. ഞാൻ വചനഭാഗത്തേക്ക് മടങ്ങി പോകട്ടെ. Let's come back to the passage this morning. തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം, 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. We have been thinking from 1 Thessalonians chapter 5. അതിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുകയും നമ്മൾ ചിന്തിക്കുകയും ചെയ്തത്. We have been thinking from verse 12 through 15. ഒരിക്കൽ കൂടെ ഓരോരോ വാക്യങ്ങൾ എടുത്ത് വായിക്കുകയും അതിനുശേഷം കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ച ഭാഗത്ത് നിന്ന് ഞാൻ മുന്നോട്ട് പോവുകയും ചെയ്യാം. We're going to read one verse at a time, then we're going to come where we left off last week. ലൈഫ് ഇൻ ദ ചർച്ച് എന്ന് പറയുന്ന സീരീസാ. നമ്മുടെ സഭയിലെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ളതായിരിക്കണമെന്ന്
ദൈവത്തിൻ്റെ വചനം എങ്ങനെ നമ്മെ അനുശാസിക്കുന്നു എന്നുള്ളത് നമ്മൾ We ചിന്തിച്ചുകൊണ്ടിരിക്കും. have been thinking of life in the church and how we should behave and conduct ourselves. അവിടെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ. 12-ാം വാക്യം. Now we ask you, brothers, to respect those who work hard among you, who are over you in the Lord. നിങ്ങളുടെ ഇടയിലുള്ള ശുശ്രൂഷക്കാരെന്നാണ് അതിൻ്റെ അർത്ഥം. And that means the people who working among you. അവര് അധ്വാനിക്കുന്നെന്നാ പൗലോസ് പറയുന്നത്. And Paul says they are working very hard. അങ്ങനെയുള്ളവരെ അതുപോലെ തന്നെ നിങ്ങളുടെ മേൽ കർത്താവാക്കി വെച്ചിരിക്കുന്നു, നിങ്ങളെ ഭരിക്കുന്ന. And also he talks about those who are ministering or lording over you. നിങ്ങളെ എക്സോർട്ട് ചെയ്യുന്ന അഥവാ പ്രബോധിപ്പിക്കുന്ന അങ്ങനെയുള്ളവരെ. Those who admonish you, it says. അപ്പം കർത്താവിന്റെ വേലക്കാരെങ്ങനെയായിരിക്കണം? So the people of God, how should they behave? അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. I talked about it previously, so I'm not going to take time to go there. രണ്ടാമത് അവരോടുള്ള സഭയുടെ പ്രതികരണവും സഭ എങ്ങനെ അവരെ കുറിച്ച് എങ്ങനെ വിചാരിക്കണം. And the second thing, how should the church respond to those people? അവരെ അറിയണം എന്നവിടെ പറയുന്നു. He says they should know them. അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് പറയുന്നു. And you should consider them loved because of their work, it says. തമ്മിൽ സമാധാനമായും ഇരിപ്പീൻ. And you should live in peace and harmony with those people. മൂന്നാമത് പറയുന്നത്, നിങ്ങളുടെ സഭയിലുള്ള പ്രത്യേക ആവശ്യങ്ങളുള്ളവരോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം. The third thing is those people who are in specific needs or special needs, how should you respond to those people? ക്രമം കെട്ടവരെ നിങ്ങൾ ബുദ്ധി ഉപദേശിക്കണം. And you should warn those who are idle. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. You should encourage those who are timid. ബലഹീനരെ താങ്ങണം. You should help the weak. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. You should show peace and patience with everyone. ദീർഘക്ഷമയെ കുറിച്ച് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ചു. We talked about long suffering. That's where we ended last week. ദീർഘക്ഷമയിൽ ഒരു കാര്യം എല്ലാവരുടെയും മനസ്സിൽ നിപ്പുണ്ടെന്ന് എനിക്കറിയാം. I know one thing, that when it comes to long suffering, everybody remember. ബാക്കി എല്ലാം മറന്നിട്ടുണ്ടെങ്കിലും ആ ഒരു വാക്ക് മറന്നു കാണത്തില്ല. I know even if you forgot everything else, I know you will remember one thing. കാരണം സാം എനിക്കൊരു നല്ല വാക്ക് പ്രൊവൈഡ് ചെയ്തു. ഇറിറ്റബിലിറ്റി അല്ലേ? ഇറിറ്റബിലിറ്റി. The word was irritability. അത് ഒഴിവാക്കാൻ നമുക്ക് ദീർഘക്ഷമയുണ്ടെങ്കിൽ നമ്മൾ ഇറിറ്റബിൾ ആകത്തില്ല. If you have long suffering or patience, then you will not be irritable. അതിന്റെ വിവിധ വശങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. So we talked about different aspects of that last week, so we're not going to go into that. എന്നാൽ 15-ാമത്തെ വാക്യം പറഞ്ഞ് ഇന്ന് ഞാൻ ആ സീരീസ് അവസാനിപ്പിക്കുവാൻ. So I'm going to close that series with verse 15 today. റെസിസ്റ്റ് റിട്ടാലിയേഷൻ. 15-ാമത്തെ വാക്യം. Verse 15 says you should resist retaliating. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവിൻ. Make sure that nobody pays back wrong for wrong. റിട്ടാലിയേഷന്റെ മലയാളം എന്താന്ന് ഇന്ന് ഞാൻ സാമിനോട് ചോദിക്കുന്നില്ല. I'm not going to ask, pastor is not going to ask me for that word in Malayalam. റിട്ടാലിയേഷൻ എന്ന് പറഞ്ഞാൽ മലയാളം എന്തുവാ? തിരിച്ചടി അല്ലേ? പ്രതികാരം. Meaning retribution or paying back. അപ്പം പ്രതികാരം ചെയ്യാൻ ആരും ഒരുങ്ങരുതെന്ന്. So nobody should take a chance to retaliate. വിശ്വാസികൾ ഇരിക്കുന്ന കൂട്ടത്തില് ഇതിന്റെ ആവശ്യമുണ്ടോ? Is there a need for retaliation among believers? തിന്മയ്ക്ക് പകരം ആരാ തിന്മ ചെയ്യുന്നത്? Who will do wrong for wrong? നമ്മളെല്ലാവരും നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലേ എന്നായിരിക്കും ഒരു പക്ഷേ നമ്മൾ ചോദിക്കുന്നത്. Most of us think that don't we all do the right thing or justice? പക്ഷേ ഇന്ന് രാവിലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മത്തായിക്കുട്ടി മനോഹരമായിട്ട് തൻ്റെ ക്ലാസ്സിൽ ഇതിനോട് ബന്ധപ്പെടുന്ന പല കാര്യങ്ങൾ അതിനെ തൊടുവാൻ തക്കവണ്ണം ഇടയായി. Dear servant of God, this morning in the Bible study talked many aspects related to this. ഇത് സഭകളിലൊക്കെ അന്നത്തെ കാലത്ത് തെസ്സലോനിക്ക സഭയ്ക്ക് പുതിയ സഭയാണ്. ചില നാളുകളെ ആയിട്ടുള്ള കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഏറ്റവും അധികം ശൂരതയോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു സഭയാണ്. This church in Thessalonica was a new church, brand new church, but they had a very fervent for the Lord. എന്നാൽ ആ സഭയ്ക്ക് എഴുതേണ്ടി വന്നു, നിങ്ങളുടെ ഇടയിൽ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. Even to that church Paul is writing, don't do wrong for wrong. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് സ്വാഭാവികമാണ് നമ്മുടെയൊക്കെ ഇടയിൽ. And many times we do
the wrong thing for somebody doing the right. എത്ര നന്മ ചെയ്താലും അതിന് പകരമായിട്ട് തിന്മ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. How many people are there when somebody do the right thing, they end up doing the wrong thing in response? അപ്പൊ അത് തന്നെ ചെയ്യാതിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. Even to do that is also difficult for us. പക്ഷെ ഇവിടെ പറയുകയാണ്, ആരെങ്കിലും തിന്മ ചെയ്താൽ പോലും നിങ്ങൾ തിരിച്ച് തിന്മ ചെയ്യരുത്. But here the word of God is saying, don't do wrong back to those who wrong you. ഒരാൾ ഒച്ച വെക്കുന്നു, Somebody is shouting. മറ്റേയാൾ അതിനേക്കാൾ ശബ്ദത്തിൽ ഒച്ച വയ്ക്കുന്നു. In response to that, the other person is raising the volume. ഒരാൾ ശാപവാക്കുകൾ ഉരുവിടുന്നു, Somebody is cursing. മറ്റേയാള് ചീത്ത പറഞ്ഞ് അതിനെ നേരിടുന്നു. And somebody is cursing the other person. ഒരാള് ഗാർബേജ് എറിയുന്നു, ചെളിവാരി എറിയുന്നു. Somebody is throwing dirt at somebody. മറ്റേയാള് കൈ കിട്ടുന്ന സാധനം എടുത്തെറിയുന്നു. The other person is grabbing whatever they can get hold of. ഇതിങ്ങനെ അങ്ങ് പോവുകയാ. And it escalates. വളരെ മനോഹരമായിട്ട് വളരെ ഭാരത്തോടെ ആ പൗലോസ് എഴുതുന്നത് ഞാൻ വിശ്വസിക്കുന്നു. I truly believe Paul is writing with a great burden to the church. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളിൽ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. Dear brothers and sisters, don't do wrong in response to wrong. സഭയിൽ അങ്ങനെ ആകരുതെന്ന് പൗലോസ് പറയുന്നു. Paul is saying our churches should not be like that. എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കേണ്ടത് ഞാനത് ചെയ്യാതിരിക്കണമെന്ന് മാത്രമല്ല, Not only that I should not respond that way, അത് ചെയ്യാതിരിക്കാനും എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. but I also have a responsibility that pastor should not behave that way. അത് തന്നെ. അതുകൊണ്ട് മനോഹരമായിട്ട് അവിടെ ഇത് എഴുതിയിട്ടുണ്ട്. ആ പാസേജ് ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാവും. See that no one repays evil with evil എന്നാണ് എഴുതിയിരിക്കുന്നത്. ആരും, നിങ്ങൾ ചെയ്യരുതെന്ന് മാത്രമല്ല എഴുതിയിരിക്കുന്നത്, മറ്റാരും പോലും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. The word of God is clearly saying not only you don't do wrong for wrong, but make sure others don't follow the same pattern. ഒരു പോലീസിംഗ് അതോറിറ്റി ഓരോരുത്തർക്കും ഉണ്ടാകണം. We should have a policing authority over our brothers and sisters. ആരെങ്കിലും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് കണ്ടാൽ, if you see somebody is doing wrong for wrong, അവിടെ നമ്മൾ പ്രവേശിക്കണം. we should enter that situation. അതിനെ ഡിഫ്യൂസ് ചെയ്യാൻ, അതിനെ ഇല്ലാതെയാക്കുവാൻ നമുക്ക് കഴിയണം. We should be able to diffuse that situation or get into that situation. അത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. That is what God desires of us. അല്ലാതെ ഒരു പ്രശ്നം ആർക്കെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ, or otherwise you see somebody is having a problem, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മുറിവേറ്റിട്ടുണ്ടെന്ന് കണ്ടാൽ, if somebody is wounded, അത് അല്പം കൂടെ എങ്ങനെ പ്രയാസമുള്ളതാക്കാമെന്ന് ആകരുത് നമ്മുടെ ശ്രമം. our effort should not be adding salt to the wound. നമ്മൾ അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതായിരിക്കണം. Our thinking should be, how can we resolve this or rectify this? അപ്പം നമ്മൾ അവിടെ പ്രവേശിച്ച് അതിനെ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുന്നവരാകണം. We should be those people who will squelch that or squash those issues. നമ്മളിൽ എല്ലാവർക്കും കോൺട്രിബ്യൂഷൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, അവസരങ്ങളുണ്ട്. We have opportunity and we have the effort. We should have the effort to contribute to peace. ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നവർക്ക് മാത്രമൊന്നുമല്ല, not only those who are preaching from the pulpit, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്ന ദൈവത്തിന്റെ ദാസീദാസന്മാർക്ക് മാത്രമല്ല, not only those who are ministering among you, ഓരോരുത്തർക്കും റോൾസ് ഉണ്ട്. every one of us have roles in the church. ഒരു സഹോദരനെ, ഒരു സഹോദരിയെ തണുപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. You should be able to comfort or calm a brother or sister. ഒരു ക്രൈസിസ് സിറ്റുവേഷനെ പിന്നെ ഗുരുതരമാക്കാൻ ശ്രമിക്കാതെ അതിനെ ഇല്ലാതെയാക്കുവാൻ നിങ്ങൾക്കൊരു റോളുണ്ട്. A crisis situation, don't make it worse, but to diminish and diffuse that is a role that God has given you. ഹല്ലേലൂയ. Amen. അത് നമ്മൾ ഏറ്റെടുക്കണം. And we should take on those roles. ഇന്ന് രാവിലെ നമ്മൾ ഏറ്റെടുക്കുന്ന സന്ദേശം അതാകട്ടെ. And that is the message that you take from here this morning. ആർക്കെങ്കിലും ഒരു പ്രയാസം വന്നെന്ന് ഞാൻ കേട്ടാൽ, if you see somebody is going through trouble, അതിനെ ഇല്ലാതെയാക്കുവാൻ ഞാൻ ശ്രമിക്കും. you should be able to diffuse those situations. ഈ തെസ്സലോനിക്കയിൽ ഉള്ള വിശ്വാസികള് കടന്നുപോയ സാഹചര്യം നമുക്കറിയാം. We know the situation the church in Thessalonica went through. അവർ പെർസിക്യൂട്ട് ചെയ്യപ്പെടുകയാണ്. And they were going through a severe persecution. അവിടെ പ്രസംഗിക്കാൻ ചെന്ന പൗലോസിനെയും കൂടെയുള്ളവരെയും അവർ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തവരാ. And they persecuted Paul and others went to minister among them. പക്ഷേ അവർ നേരെ തിരിച്ചു നിന്ന് അവർ കാണിച്ചു കൊടുത്തു.
But in response to that, they stood up and shared, തിന്മയ്ക്ക് പകരം തിന്മ ഞങ്ങൾ ചെയ്യുകയില്ല. we will not do wrong for wrong. തിന്മയ്ക്ക് പകരവും ഞങ്ങൾ നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. We will do the right thing in response to somebody doing wrong to us. Do good even to our enemies. നമ്മുടെ ശത്രുക്കൾക്ക് പോലും നമ്മൾ നന്മ ചെയ്യണം. The word of God admonishes us to do good to even our enemies. ഇത് പറയണോ വേണ്ടയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. I don't know whether I should share this among you. ദീർഘവർഷങ്ങൾ മുമ്പ് ഞാൻ ഒരു ഗൾഫ് കൺട്രിയിൽ വിസിറ്റിന് പോയപ്പോൾ I went to a visit to a Gulf country several years ago. 2003 in 2003. ഞാൻ അവിടെ വിസിറ്റിലായിരുന്നപ്പോൾ ഒരു പാകിസ്ഥാനി ചർച്ചിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. While I was there, they invited me to a Pakistani church to share the gospel. അതുവരെ പാകിസ്ഥാനികളോട് ഉണ്ടായിരുന്ന മനോഭാവം എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്ന മനോഭാവം വളരെ മോശമായിരുന്നു. So I always thought of Pakistanis in a demeaning way up to that point. കാരണം അവരെക്കുറിച്ച് കേട്ടും അറിഞ്ഞും അവരെക്കുറിച്ച് വായിച്ചും ഒരു ശത്രുതാ മനോഭാവം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. Because I have read and heard all the things that I've heard created this enmity relationship towards them. അതുകൊണ്ട് ഞാൻ ഇച്ചിരി പ്രിജുഡിസോടെയൊക്കെയാ പോയത്. So I went to that church to preach with a little bit of prejudice in my heart. ഏതായാലും വിസിറ്റിന് ഞാൻ പാസ്റ്റർ അല്ലേ വിളിച്ചപ്പോൾ പോയി. And because they invited me, I said I will go preach. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം തികച്ചും വ്യത്യസ്തമായി പോയി. When I went to that church, my thinking and my response was completely different. അവർ എന്നെ സ്വീകരിച്ച രീതി എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. I cannot even forget today the way they greeted me. ഒരു ദൈവദൂതനെ കാണുന്നത് പോലെ എന്നെ കണ്ടു. They saw me as an angel of God. എന്നെ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ചപ്പോൾ ഭയഭക്തിയോടെ വലിയ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അവർ കേട്ടു, അവിടെ പ്രതികരിച്ചു. And as I was sharing the word of God, they responded to me with great reverence and great fear of God. അവർക്ക് അന്ന് കമ്മ്യൂണിയൻ ഉള്ള ദിവസമായിരുന്നു. And that was the day they had a communion. എന്നോട് പറഞ്ഞ കമ്മ്യൂണിയൻ നടത്തണമെന്ന്. They asked me to lead the communion. ഞാനാണെങ്കിൽ ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനെ കൊണ്ട് ഞാൻ ജയിക്കാറില്ല, ഞാൻ തന്നെ കമ്മ്യൂണിയൻ. I don't allow the visitors to conduct communion in my church. എന്നോട് പറഞ്ഞു പാസ്റ്റർ പാദ്രി സാബ് ആപ് ഹി കർണ, പാദ്രി സാബ് ഈ കമ്മ്യൂണിയൻ നടത്തണമെന്ന്. And they asked me, requested me that I conduct the communion service. ഞാൻ അന്നത്തെ ആരാധനയ്ക്ക് ശേഷം പോന്നു കഴിഞ്ഞപ്പം പിന്നെയും പറഞ്ഞു വീണ്ടും വരണം ഞങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കണം. After that day they said come back and minister among us again. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ വൈരാഗ്യവും അവരോടുള്ള, അവരാരും എനിക്ക് പേഴ്സണലി ദോഷം ചെയ്തിട്ടല്ല, എങ്കിലും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എൻ്റെ രാജ്യത്തിനെതിരായി നിൽക്കുന്ന ശത്രുക്കളാണെന്നുള്ളതാണ്. That thinking in my heart, that hate or animosity towards them, because they always stood against my country, my native country. സോ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ തിന്മ, ഞാൻ കൂട്ടി വെച്ചിരുന്ന ആ പ്രിജുഡിസ്, ആ മുൻവിധി, അതെല്ലാം ഇല്ലാതെയാകാനിടയായി. That day all the prejudices and the unrighteousness I held towards them melted away that day. ഒരാൾ തിന്മ ചെയ്യുന്നത് കൊണ്ട് ഞാനും തിന്മ ചെയ്യാമെന്നല്ലല്ലോ വചനം പഠിപ്പിക്കുന്നത്. The word of God does not say that you should do wrong for wrong. ആളുകൾ തിന്മ ചെയ്യുന്നിടത്ത് പോലും നന്മ ചെയ്യാൻ അറിയണം. We should be able to recognize and do right when we see wrong being done. ഒരു ഉദാഹരണം കാണിച്ചു കൊടുത്താൽ, ഒറ്റയാളൊരു ഉദാഹരണം കാണിച്ചു കൊടുത്താൽ, if one person can set an example, ഒരു മാതൃക നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വന്നാൽ, if there is a one role model among us, ആരും നല്ലവരില്ലെന്നൊന്നും അല്ല ഞാൻ I'm not saying there is no one good, എങ്കിലും ഈ പ്രത്യേക കാര്യത്തിന് വേണ്ടി ആര് തിന്മ ചെയ്താലും ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. but regarding this particular thing, I'm going to obey the word of God. I'm not going to do wrong for wrong. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കും ഞാൻ. And I will not do wrong for wrong. ഹല്ലേലൂയ. Amen. എത്ര പേർക്ക് അങ്ങനെ ഇന്ന് പറയാൻ പറ്റും? How many of you can say that I will take that decision? ജീവിതയാത്രയിൽ, വിശ്വാസ ജീവിത യാത്രയിൽ ഞാൻ 50 വർഷം പിന്നിട്ടു. In my faith journey, I have passed 50 years. 71 ഞാൻ രക്ഷിക്കപ്പെടുന്നു. In 1971 I got saved. അന്ന് മുതൽ എൻ്റെ ജീവിതയാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. There are many things happened in my journey of faith.
ഒരുപാട് ഗാർബേജ് കൂട്ടിവെച്ച സമയങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. I am acknowledging that I've held up a lot of garbage in my life. ഒത്തിരി കയ്പും ശത്രുതയും പകയും ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു വെക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. I had in my life, I accumulated a lot of hate and enmity and bitterness that I held on for many years. ഞാൻ ഇന്ന് പകലിൽ എൻ്റെ ഹൃദയം നിങ്ങളുമായിട്ട് പങ്കിടുകയാണ്. I am sharing my heart with you this morning. പക്ഷെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നു. But the word of God continued to work in me and continued to prick me. ഈ ഗാർബേജ് എല്ലാം എടുത്ത് കളയണമെന്ന് ദൈവത്തിന്റെ ആത്മാവിനെ ഇങ്ങനെ ഓർപ്പിക്കാൻ. The Holy Spirit was dealing with me to get rid of this garbage that I built up. ഞാൻ മറ്റുള്ളവരോടുള്ള പക വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ബന്ധനത്തിലാകുന്ന അവരല്ല, ഞാനാ ബന്ധനത്തിൽ. When I am showing enmity towards others, I'm holding on to this bitterness. It is not them, but I am being affected. പല നാളുകൾ ഈ ബന്ധനത്തിൽ ജീവിച്ചു. And I lived like that for many years. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു വിട്ടുകളയണം നീ. The Holy Spirit convicted me, you need to get rid of those things. ഇവിടെയാ വളർച്ച ഉണ്ടാകേണ്ടത്. And that is where growth should happen. അപ്പോൾ മുതലേ എൻ്റെ പരിശ്രമം അതായി. And then I started to working towards that. കർത്താവേ ആരെന്തു പറഞ്ഞാലും, regardless of what people say, Lord, ഒരു ഗാർബേജ് ഞാൻ അകത്ത് വെച്ചോണ്ടിരിക്കുന്നു. I will not hold on to this garbage. ഞാൻ അതിനെ നീക്കി കളഞ്ഞ് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഞാൻ I will remove those things. I will move forward. സ്തോത്രം. Amen. നിങ്ങളുടെ ഇടയിൽ 4-ാമത്തെ വർഷമാണ്. I am working among you the 4th year. നിങ്ങൾ ആരും എന്നെക്കുറിച്ച് ദോഷമായിട്ട് പറയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. I do not believe any of you say wrong things about me. ചിലർ വല്ലാതെ ചിരിക്കുന്നുണ്ട്, ഇനിയും വല്ല ഉണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. I know some of you have a smirk. I don't know what you are saying. ഇനി ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് വന്ന് ആരും എന്നോട് റിപ്പോർട്ട് ചെയ്യുന്നില്ല. Regardless of what you may say, nobody reports that to me anyway. അതുകൊണ്ട് നിങ്ങൾ ആരും പ്രയാസപ്പെടരുത്. So none of you should worry about that. അയ്യോ ഞാൻ പറഞ്ഞത് പാസ്റ്റർ അറിഞ്ഞല്ലോ. Oh, something I said against pastor, he found out. ആരും പറയുന്നില്ല. Nobody tells that to me. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും, even though you may have said something against me, പാസ്റ്ററെ കുറിച്ച് ഇന്നാള് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, if somebody has said something to you, ഒരുപക്ഷെ ചില സമയത്തേക്ക് അല്പസമയത്തേക്ക് ഞാൻ അപ്സെറ്റ് ആയി കാണും. maybe I become upset maybe for a few minutes. ഒരു രാത്രിയൊക്കെ ഉറങ്ങാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായി I കാണും. may have a little bit of difficulty sleeping at night, that particular night. പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. But I have made a decision. ആ ട്രാഷ് ഞാൻ മനസ്സിൽ വെച്ചോണ്ടിരിക്കും. I will not keep that trash with me forever. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞെന്നറിഞ്ഞാൽ ഞാൻ അതിന് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? Do you know how I respond when somebody says something about me? അവൻ എനിക്ക് ചെയ്ത നന്മകളെയാണ് ഞാൻ ഓർക്കുന്നത്. I always think about the good things they have done for me. എനിക്ക് നന്മ ചെയ്യാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. There is nobody have done good for me. നിങ്ങൾ എല്ലാവരും എനിക്ക് നന്മ ചെയ്തിട്ടുണ്ട്. All of you have done good towards me. അതുകൊണ്ട് ഇനി എന്തെങ്കിലും തിന്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, even if you have said something negative towards me, അതൊരു ഗാർബേജ് ആക്കി വെച്ചോണ്ടിരുന്ന എന്റെ സമാധാനവും കളഞ്ഞ് ഞാനും ബന്ധനത്തിൽ മറ്റുള്ളവരും ബന്ധനത്തിലാകാൻ ഞാൻ സമ്മതിക്കില്ല. I'm not to hold on to that garbage and be in bondage and losing my peace towards നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം നൽകുക, ഞാൻ എന്നെ തന്നെ സ്വാതന്ത്ര്യപ്പെടുത്തുക. I am giving you freedom by forgetting that, also giving myself freedom. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളണം. Be careful that you do not do wrong for wrong. ഹല്ലേലൂയ. Amen. നിങ്ങളെല്ലാം കൂടെയുണ്ടോ? Are you with us? വളരെ പെട്ടെന്ന് അവസാനിക്കാം. Let us close very quickly. ഇന്നൊരു തിരക്കുള്ള ദിവസമാണ്. Today is a busy day. രണ്ടാമത് പറയുക, the second part of that verse says, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കിയാൽ മാത്രം പോരാ, not only it is enough to do no wrong for wrong, തെറ്റ് ചെയ്യാതിരിക്കുകയും വേണം, അതിൻ്റെ കൂടെ നന്മ ശരി ചെയ്യുകയും വേണം. you should be careful not to do wrong, but always do be kind to others. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. But always try to be kind to each other and to everyone else. നമ്മൾ തിന്മയ്ക്ക് പകരം തിന്മയൊന്നും ചെയ്യുന്നില്ല, മിണ്ടാതിരിക്കുക. But oftentimes we don't do anything wrong for wrong. ചിലർ പറയാറുണ്ട്, പാസ്റ്ററെ ഞാൻ ചർച്ചിൽ വന്നാൽ ആരാധിക്കുന്നു, വീട്ടിൽ പോകുന്നു. Some people say to me that I come to church and worship and go home. മറ്റുള്ളവരെന്താ പറഞ്ഞു, ഞാനൊന്നും മിണ്ടാൻ പോകാറില്ല. I don't care what other people say. അതൊന്നും നല്ല പ്രവണതയല്ലല്ലോ.
That is also not good enough. അതും വചനപ്രകാരമല്ലല്ലോ. That is not also according to the biblical മുമ്പേ standards. പറഞ്ഞത് ഓർക്കണം, see to it that no one repays evil with evil. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നോക്കണം. And we should be careful that we should not do wrong for wrong. പക്ഷേ ഇനി അടുത്തത് പറയുക, എല്ലാവർക്കും നന്മ ചെയ്യാനും സാധിക്കണം. But always do good for others, be kind to others. തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുകയും. Always try to be kind and do good to others. റോമലേഖനം 12-ാം അധ്യായത്തിൽ ഉള്ള വാക്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവന്ന് ഞാൻ അവസാനിപ്പിക്കും. I want to remind Romans chapter 12 some of the verses. അവിടെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. Verse 17 on we read. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി. And do not do evil to others, other people, but provide honest feedback in sight of all people. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. Be in peace with everyone if it is possible. അടുത്ത വാക്യം വളരെ ശ്രദ്ധേയമാണ്, 19-ാമത്തെ വാക്യം. The verse 19 is very important. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. And don't avenge yourself to others, and bring on the wrath of God on you. അങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? Have you seen that? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? Have you done that? നിങ്ങൾക്ക് വേണേ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. You could have done or response. പക്ഷെ നിങ്ങൾ ചെയ്തില്ല. But you did not. You refrained from നിങ്ങൾ it. വായ അടക്കി വെച്ചു. And you kept your mouth shut. കൈകൾ ഒതുക്കി വെച്ചു. And you held your hands down. നിങ്ങൾ പ്രതികരിച്ച കോപത്തിലോ നിങ്ങൾ വല്ലാതെ തിന്മയായി പ്രതികരിച്ചില്ല. You did not respond to the wrong with the same thing. അപ്പം ദൈവം അത് ഏറ്റെടുത്ത് കണ്ടിട്ടുണ്ടോ ഇപ്പോഴും? Have you seen God acknowledge that in your life? ഞാൻ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. I have seen that in my own life. ദൈവം ഏറ്റെടുത്ത് അത് പരിഹരിക്കുമ്പോൾ മനോഹരമായിട്ട് അത് ചെയ്യും. When God take care of that problem, He will handle it the right way. അപ്പം 19-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിടം കൊടുക്കരുത്, കാരണം ദൈവം പറയുന്നു, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. The word of God says that Lord, the vengeance is for the Lord, He will take revenge, and do not show any wrath to the others. അടുത്ത വാക്യം, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക, അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. And it says, if your enemy is hungry, give him food. If he is thirsty, give him drink. If you do that, then you will heap a coal on his head. അപ്പം നമ്മൾ നന്മ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്നതാ? So what is the reason we should do the right thing? മറ്റുള്ളവരുടെ മേൽ, ശത്രുക്കളുടെ മേൽ തീക്കനൽ കുന്നിക്കണം. And it says that it is a response that you are putting a coal fire on the enemy's head. ഇതെങ്ങനെയാ പറ്റുന്നത്? How is that possible? അത് ക്രിസ്തീയമാണോ? Is that according to Christian values? ഒരു ചർച്ചിൽ ഒരു പ്രശ്ന പരിഹാരത്തിനായിട്ട് എനിക്ക് പോകേണ്ടി വന്നു. I had to go to a church for a particular solve a problem. അമേരിക്കയിലല്ല, ഇന്ത്യയില, കേരളത്തിൽ. This was back in India. അപ്പോൾ അവിടെ ഞാൻ ആ സഭയിൽ ചെന്നപ്പം, When I went to that church, അവിടെ ശുശ്രൂഷിക്കുന്ന പാസ്റ്ററുടെ പിന്നെ ലാസ്റ്റ് ഡേ കൂടെയായിരുന്നു അവിടുത്തെ ആ ചർച്ചിലെ ശുശ്രൂഷ. and that was also the last day of the pastor was pastoring there. അപ്പം പാസ്റ്റർ പറഞ്ഞു, എന്നോട് ചെവിയിൽ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഇവർ തരുന്ന സെൻഡ് ഓഫ് മേടിക്കത്തില്ല. And so pastor told me, pastor, I'm not accepting their send off. കാരണം ഇവർ എന്നോട് ശത്രുതയോടെ പെരുമാറിയോ. Because those people showed a lot of enmity and bitterness towards me. അപ്പൊ അവര് ശത്രുതയോടെ പെരുമാറി എനിക്ക് പിന്നെ സെൻഡ് ഓഫ് കൂടെ തന്നാൽ അതിന്റെ അർത്ഥം ഇവർ എന്റെ തലയെ തീക്കനൽ കുന്നിക്കുമെന്നാണ്. And that means if they showed enmity towards me and now they're giving me a good send off, that means they're putting fires of coal on my head. അപ്പൊ എനിക്കത് തോന്നി, എന്റെ ദൈവമേ, ഈ ദൈവത്തിന്റെ ദാസൻ എന്നതായി പറയുന്നത്. So I wondered, what is this servant of God is saying? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ആ അർത്ഥത്തിലല്ല, അങ്ങനെയല്ല അത് ഉപയോഗിച്ചിരിക്കുന്നത്. But that is not the way the word of God is saying, pastor. I told him. ഇവിടെ അത് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം നമ്മള് മറ്റുള്ളവര് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാതെ നന്മയാൽ നമ്മൾ തിന്മയെ നേരിടുമ്പോൾ നമുക്കുണ്ടാകുന്ന സ്വാതന്ത്ര്യമെന്ന് പറയുന്നത്, വിടുതലെന്ന് പറയുന്നത് അവർക്ക് തന്നെ ആശ്ചര്യമാകും. അതാർത്ഥം. And the meaning of this is, the pastor, not that when we respond with the kindness when they do wrong, and that is a deliverance for us, and that would be an example for them.
അവർക്ക് തന്നെ വിശ്വസിക്കാൻ And പറ്റത്തില്ല. they will not be able to believe that. അതാ പറയുന്നതിന്റെ അർത്ഥം. That is what the word of God means. അല്ലാതെ കർത്താവേ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇനി നിന്നെ ഞാൻ ഈ സഹോദരനോ പറയുന്നതിന് പകരം അവന്റെ തലമേല്, അത് ഞാൻ പറയുന്നില്ല. തീക്കനൽ കുന്നിക്കട്ടെ എന്ന് പറയുന്നു എന്നല്ല അതിന്റെ അർത്ഥം. The meaning is not that because I am not responding to the way he did, but let that be a curse on him. That is not what that means. ഹല്ലേലൂയ. Amen. എൻ്റെ ജീവിതത്തിൽ ഞാൻ തിന്മയ്ക്ക് പകരവും നന്മ ചെയ്യുന്നത് കാണുമ്പോൾ അവർ തന്നെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തപ്പെടുകയാണ്. When they see the way I respond the right way, that is also a deliverance for them. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു ഭയങ്കര ഹയർ സ്റ്റാൻഡേർഡാണ്. The word of God is requiring us of a higher standard. നമ്മൾ ഈ ഒത്തിരി ലോവർ സ്റ്റാൻഡേർഡിൽ പ്രതികരിച്ചും ഇടപെട്ടും സംസാരിച്ചും ഗോസിപ്പ് ചെയ്തും ഒക്കെ പരിചയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. I know it is familiar for us to gossip and behave in a lower standard than the word of God asks us to do. ഇൻക്ലൂഡിങ് മീ, ഞാൻ ഉൾപ്പെടെ. That includes us. പക്ഷെ അതല്ല ദൈവം നമ്മെക്കുറിച്ച്. But that is not what the word of God is saying. തിന്മയോട് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, Not to do wrong for wrong, എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കണം. but always try to be kind to each other and to everyone else. അപ്പം പറയുന്നതിന്റെ അർത്ഥം കാൽക്കുലേറ്റഡ് ആക്ട്സ് ഓഫ് കൈൻഡ്നസ് ഉണ്ടാകണം. And that means you should have a calculated act of kindness to others when they do wrong. ചിലത് റാൻഡം ആയിട്ടായിരിക്കും കൈൻഡ്നസ് കാണിക്കുന്നത്. Sometimes it's a random act of kindness. യാദൃച്ഛികമായിട്ടായിരിക്കണം. It should be unexpected. അത് ഉള്ളിൽ നിന്ന് അറിയാതെ വരുന്ന നന്മകളുണ്ട്. There are spontaneous good things that comes out of us. ഒരു യഥാർത്ഥ ദൈവത്തിന്റെ ജീവിതത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും നന്മ വന്നുകൊണ്ടേയിരിക്കും. And from a true child of God, the love should flow out of them. എന്നാൽ നമുക്ക് ദൈവമക്കൾക്ക് കാൽക്കുലേറ്റഡ് ആക്ട്സ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുക, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ, ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ നന്മ ചെയ്യും. But the children of God should be calculated. If I ever face a wrong, that I will do the right thing, and you should be thinking about that. ഹല്ലേലൂയ. Amen. ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ കാൽക്കുലേറ്റഡ് ആക്ട് ഓഫ് കൈൻഡ്നസുമായിട്ട് എഴുന്നേൽക്കണം. But you should get up every morning from your bed with calculated act of kindness. ഇന്ന് ഞാൻ നന്മ സംസാരിക്കും. I will speak the truth today. എൻ്റെ വാക്കുകൾ കൊണ്ട് ആർക്കും ഞാൻ മുറിവേൽപ്പിക്കത്തില്ല. I will not wound anybody with my words. മുറിവേറ്റിരിക്കുന്ന ചിലരെ ഞാൻ ഇന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ്. Anybody who is wounded, I will bind up their wounds and bless them. അപ്പൊ റിറ്റാലിയേറ്റ് ചെയ്യരുത്, തിരിച്ചടിക്കാൻ ശ്രമിക്കരുത്, പ്രതികാരത്തിന് ശ്രമിക്കരുത്. We should not retaliate when others do wrong. നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തെ ഏൽപ്പിച്ചു. When we cannot do anything in response, commit that to the Lord. ദൈവം അതിനെ മനോഹരമായിട്ട് ഏറ്റെടുക്കും. And he will beautifully handle those situations. അപ്പം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് പോകണം. But you should have that calculation every day. എന്താ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടത്? What should you calculate? കർത്താവ് പറഞ്ഞു, നീ ഒരിടത്ത് ആയിരിക്കുമ്പോൾ ഒരുവൻ ഓടി വന്ന് നിന്റെ പുതപ്പെടുത്തോണ്ട് പോയാൽ, Jesus said, if when you were at one place somebody came and took your coat, നിന്റെ ഔട്ടർ ഗാർമെന്റ് കൂടെ നിന്റെ മേൽവസ്ത്രം കൂടെ അവനങ്ങ് വിട്ടുകൊടുത്തേക്കണം. if you take your tunic, also give him your outer garment as well. അതങ്ങനെയാ നന്മയാൽ തിന്മയെ ജയിക്കുന്നത്. That's how you do do the right thing when somebody അപ്പൊ does എന്റെ wrong. പുതപ്പ് വലിച്ചുകൊണ്ട് പോയാൽ ഓടിച്ചെന്ന് അവൻ ഉടുത്തിരിക്കുന്ന തുണിയെല്ലാം വലിച്ചു കീറുന്നതല്ല എന്റെ പ്രതികരണം. My response should be, somebody come and take my tunic and I go rip his clothes off. എന്റെ മേൽവസ്ത്രവും കൂടെ വിട്ടുകൊടുക്കും. And take your coat and give him it too. അതവനെ ആശ്ചര്യപ്പെടുത്തും. And that will surprise him. ഇതെന്തോ പ്രതികരണമാണ്. What kind of response is this? ഞാൻ പറഞ്ഞായിരുന്നേ നിങ്ങൾ എടുക്കണ്ട കേട്ടോ. If you don't take what I say, പക്ഷേ ഇത് കർത്താവ് പറഞ്ഞതാ. but this is what the word of God says. കർത്താവ് പറഞ്ഞു, നിന്റെ ഒരു കർണത്തെ അടിക്കുന്നവൻ അവന് മറ്റേ കർണം കൂടെ കാണിച്ചു. Lord Jesus said, if somebody slaps you on one cheek, and show him the other. നിങ്ങൾ ആരെങ്കിലും കണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈയിടെ UK നടന്ന ഒരു സംഭവം, ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ്
കുറച്ച് നാൾ പ്രചരിച്ചായിരുന്നു. There was a video clip circulating on a bus that happened in UK recently. ഒരു ദൈവദാസൻ ഇങ്ങനെ ഒരു ബസ്സിൽ ഇങ്ങനെ പ്രസംഗിക്കുക. And this man was preaching on a bus. യേശു രക്ഷകൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. And he was preaching Jesus is the savior. അപ്പൊ ഇത് സഹിക്കാൻ മേലാഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ ഒരൊറ്റ അടി കൊടുത്തു. നല്ല ശക്തമായിട്ടൊരു അടിയാ ദൈവദാസന്റെ ഒരു കാരണത്ത്. There was a young man on the bus who could not bear, and he got up and hit this servant of God on one side. അപ്പൊ അത് കഴിഞ്ഞപ്പം എല്ലാവരും ഷോക്ക്ഡായി. ബസ്സിൽ ഇരുന്നവരെല്ലാം ഷോക്ക്ഡായി. All the people in the bus were shocked. അപ്പൊ അവരെല്ലാരും പറഞ്ഞു എന്താ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. എന്നാലും എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. All the people in the bus say, what did you do this for? But none of them responded. പക്ഷേ ഈ ദൈവദാസൻ പിന്നെയും പ്രസംഗം തുടർന്നു. So this man continued to preach. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ഒരടിയും കൂടെ കൊടുത്തു. And so this young man hit him again. അപ്പൊ ഇവൻ വിചാരിച്ചു ഇവൻ തീർച്ചയായിട്ടും പ്രതികരിക്കും. And so the young man thought this preacher would respond. അപ്പൊ ഈ പ്രസംഗം പറഞ്ഞു, brother, you blessed me on this cheek, now bless me on this cheek also. Pastor said that you bless me on this cheek and also bless me on this other side. അപ്പൊ ഈ ചെറുപ്പക്കാരന് മനസ്സിലാക്കാൻ പറ്റിയില്ല, വിശ്വസിക്കാൻ പറ്റിയില്ല. So this young man could not comprehend his അവൻ response. ഇദ്ദേഹത്തെ സൂക്ഷിച്ച് നോക്കി കുറെ നേരം. And he stared at this preacher. എന്നിട്ട് പറഞ്ഞു, എന്നോട് നിങ്ങൾക്ക് ദേഷ്യം വരുന്നില്ലേ? You're not angry towards me? പറഞ്ഞു അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. So he started weeping. ആ ബസ്സിൽ വെച്ച് അവൻ കരഞ്ഞ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. So in that bus he accepted the Lord as his ആ personal ബസ്സിൽ savior. വിശ്വാസികളായിട്ടുണ്ടായിരുന്നവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ആ ചെറുപ്പക്കാരന്റെ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു. Those who are believers on that bus put their hands and prayed for this young man. പ്രിയപ്പെട്ടവരെ, പ്രതികരിക്കാനുള്ള ഒരു രീതിയുണ്ട്. There is a way to respond. അപ്പോൾ ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണം എങ്ങനെയാ കാണിച്ചു കൊടുക്കുന്നത്? So how can you show the other cheek when somebody hits you on the one side? സാം എൻ്റെ ഒരു കർണത്തടിക്കുകയാണെങ്കിൽ, Let's pastor hit me on one side. സാധാരണ വലത്ത് കയ്യന്മാരെല്ലാം അടിക്കുന്നത് ഇടത്തെ കർണത്തായിരിക്കും. So if you are right-handed, you hit somebody on the left side. അപ്പം ഞാൻ മറ്റേ കർണം കാണിച്ചു കൊടുത്താൽ, If I show the other side, എങ്ങനെയാ സാമിനെ അടിക്കാൻ പറ്റുന്നത്? how can somebody right-handed hit on the other side? ഒന്നുകിൽ ലെഫ്റ്റ് ഹാൻഡർ ആയിരിക്കണം, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നന്നായിട്ട് അടിക്കാൻ അറിയാവുന്ന ആളായിരിക്കണം. Somebody should be both familiar with the left and right to do that. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് അടിക്കുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അപമാനം വേറെ ഇല്ല. There is nothing more demeaning than hitting somebody with the left hand. അല്ലെങ്കിൽ പിന്നെ പുറം കൈ കൊണ്ട് അടിക്കണം. Or you slap him with the back of your hand. അതെന്ന് പറഞ്ഞാൽ നീ ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ള അർത്ഥമാ. That means you are useless and you are good for nothing. കർത്താവ് പറഞ്ഞ അതിന് പോലും ഒരുങ്ങിക്കോളാൻ. But Jesus said, be prepared for even that. ഒരു കർണത്തടിച്ചത് നല്ല കൈ കൊണ്ട് അടിച്ച്, And on one side they hit with the right side of the hand. മറ്റേ കർണം കാണിച്ചു കൊടുക്കുമ്പോൾ അരുതാത്ത കൈ കൊണ്ട് അല്ലെങ്കിൽ പുറം കൈ കൊണ്ട് നീ ഒന്നുമില്ലാത്തവനെന്ന് പറഞ്ഞ് നിന്നെ അടിക്കുക. But if they're hitting you on the other side, either they're hitting the back side of the hand or with the left hand. അതിന് പോലും ഒരുങ്ങിക്കോളാൻ. But be prepared even for that. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് എത്ര വലുതാ. What a greater standard God has called us to be. ഒരുവൻ ഒരു നാഴിക നിന്നെ കൂടെ പോകാൻ നിർബന്ധിച്ചാൽ, If somebody forces you to walk 1 mile, നീ എത്ര പോണം? how much should you walk? Come on. ഇത് വായിക്കുന്നില്ലേ? You all know the words. 2 മൈൽ നിങ്ങൾ കൂടെ 2 നാഴിക കൂടെ പോക്കണം. You should walk 2 miles with them. 1 മൈൽ കൂടെ പോകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ചുമതലയായിരുന്നു. 1 mile is your responsibility. ഈ റോമ അധീശത്വത്തിൽ ഇസ്രയേൽ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പലസ്തീനിലവരായിരുന്നപ്പോൾ, When Israel was under the authority of the Roman Empire, റോമ പടയാളികൾ ഇങ്ങനെ റോന്ത് ചുറ്റുമ്പോൾ അവർ പോകുമ്പോൾ അവർക്കൊരു ഭാരമൊക്കെ വഹിച്ചുകൊണ്ടാണ് പോകുന്നെങ്കിൽ വഴിയിൽ കാണുന്ന ആരോടും അവരുടെ കുന്തം കൊണ്ടൊന്ന് തട്ടിയിട്ട് പറയും, എൻ്റെ ഈ ഭാരം 1 നാഴിക ചുമന്നുകൊണ്ട് നടക്കാൻ പറയും. if the Roman soldiers, as they were carrying something as part of their duty, they were tired, they would hit on with their spear, hit somebody, a citizen, and say, hey, carry this for me. അപ്പോൾ 1 നാഴിക നടക്കുക എന്നുള്ളത് റിക്വയർഡ് ആയിരുന്നു. So it was required by the law to walk 1 mile at least. അപ്പോൾ ഒരാൾ നിന്നോട് പറയുക 1 നാഴിക എൻ്റെ ഭാരം എടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞാൽ, So somebody tells you they carry my burden for 1 mile. നീ എന്തുവരെ ചെയ്യാൻ ഒരുങ്ങണമെന്ന് കർത്താവ് പറഞ്ഞു. But Jesus is saying how far you should carry that. 1 നാഴികയല്ല, Not only 1 mile, 2 നാഴിക വരാൻ. you should walk with them 2 miles. Take that burden. ഇതാ കോള് കേട്ടോ.
And that is the calling that we have. നീ എനിക്ക് അല്പം കുടിക്കാൻ തരണമെന്ന് പറഞ്ഞപ്പം Say, give me something to drink. അപ്പോൾ ആ ബാല പറയുക, നീ മാത്രമല്ല നിന്റെ ഒട്ടകങ്ങൾ കൂടെ ഞാൻ കോരി കൊടുക്കാം. The young lady said, not only for you, that I will carry water for your camels as well. എന്തൊരു സ്റ്റാൻഡേർഡാ! What a higher standard. നമ്മളൊക്കെ എവിടെയാ കിടക്കുന്നത്? Where are we in our walk with in Christ? നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കാം. Let us look at our own lives. ഓവർകം ഈവിൾ വിത്ത് ഗുഡ്. നന്മയാൽ തിന്മയെ ജയിക്കണം. We should overcome evil with good. ഒരു മുഖത്തടിക്കുമ്പോൾ മറ്റേ കർണം കാണിച്ചു കൊടുത്ത് തിന്മ ജയിക്കുക. And you show the other side of your cheek by overcoming evil. എന്ന് പറഞ്ഞാൽ ചോദിച്ചൊരടിയും കൂടെ മേടിക്കുക എന്നുള്ള അർത്ഥമല്ല. Not that you ask for trouble. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുന്ന രീതിയെക്കുറിച്ചാണ്. I'm talking about the way we should respond. സമ്പത്തുകൾ അപഹാരം നടന്നാൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. And we're talking about somebody taking away your wealth. ചിലപ്പോൾ നമുക്ക് തോന്നും മറ്റുള്ളവർ നമ്മളെ മുതലെടുക്കുകയാണോ. Sometimes we think that people are taking advantage of us. പക്ഷെ ശാന്തതയോടെ ആയിരിക്കാൻ പറ്റുമോ? Can you be quiet and and handle that situation in a quiet way? കയ്പെല്ലാം കളഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പറ്റുമോ? Can we get rid of the bitterness and walk in freedom? അതോ നമ്മൾ ഇങ്ങനെ കയ്പും വെച്ചുകൊണ്ടിരുന്ന് ഈ ഗാർബേജും ചുമന്നുകൊണ്ട് നടന്ന് നമ്മളും ബന്ധനത്തിൽ മറ്റുള്ളവരെയും ബന്ധനത്തിൽ വെച്ചുകൊണ്ടിരിക്കാനാണോ നമ്മുടെ ശ്രമം? Or are we carrying that garbage and the bitterness, then we also help others to walk in the same way? ഇന്ന് രാവിലെ നമുക്കൊരു കാര്യം പറയാം നമ്മോട് തന്നെ. Let us take a decision, talk to us about one thing. ഞാൻ നന്മയാൽ തിന്മയെ ജയിക്കാൻ പോവുകയാണ്. I will overcome evil with good. ഹലോ. Amen. നമ്മുടെ പ്രിൻസിപ്പിൾ അതാകട്ടെ. Let that be our principle. നമ്മുടെ റിട്ടാലിയേഷൻ എങ്ങനെയുള്ളതാ? തിരിച്ചടി നൽകാൻ നമ്മൾ ശ്രമിക്കുന്നത് എങ്ങനെയാ? How should we retaliate? ഉരുളക്കുപ്പേരി എന്നൊക്കെ പറയാറില്ലേ? And tit for tat, it says. അത് ഒത്തിരി പ്രകൃതി ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ അറിയാവുന്ന ആളാ. That person knows how to do tit for tat or give a good response. ആ ഒരു ക്രെഡിറ്റ് കിട്ടുകയില്ലെന്നല്ല ഉള്ളൂ. And that you may not get that credit. That's okay. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. There is no use for that. നിലനിൽക്കുന്ന ഒരു പ്രയോജനം. There is no eternal use for that. മറ്റുള്ളവരോട് ദീർഘമായി ക്ഷമിക്കുമ്പോഴാണ്. When you show long suffering towards others. കഴിഞ്ഞ ആഴ്ചയിലും കേട്ടതുപോലെ ദീർഘമായി ക്ഷമിക്കുന്നവരാകാം. Just like we heard, show patience and long suffering towards others. സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കാം. To speak in the love language of love. ഒരുവനേക്കാൾ ഒരുവനെ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ നമുക്ക്. To consider others better than us. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. And to pray for others. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. And that is why it says to pray for those who hurt you. ഇന്ന് രാവിലെ നമുക്കൊരു പുതിയ തീരുമാനമെടുക്കാം. Let us come to a new decision this morning. നമ്മുടെ സഭയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടപെടുന്ന സ്ഥാനങ്ങളിൽ wherever you are dealing with others, നമ്മൾ എങ്ങനെയാണ് കർത്താവിനെ വെളിപ്പെടുത്തുന്നത്? how do we reveal Christ? ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ. Do not do wrong for anyone. എല്ലാവരോടും കഴിയുമെങ്കിൽ സമാധാനമായിരുന്നു. Be in peace with everyone if possible. എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ട് ഇരിപ്പീൻ. Always do good to everyone. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. That is what the Lord desires of us. നമ്മുടെ ചർച്ച് ബെസ്റ്റ് ചർച്ച് ആവും. Our church will be the best church when we practice this. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. സ്തോത്രം. Amen. Amen പറയാൻ മറന്നുപോയി അല്ലേ? ദൈവം അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. That is what the Lord desires of us. എന്നെ തന്നെ വളരെ മിടുക്കനും സാമർത്ഥ്യമുള്ളവനെന്ന് കാണിച്ചിട്ട് ആർക്ക് എന്തോ പ്രയോജനം? What good is it if we show that you are smart? ഒരു ദൈവഭയമുള്ള ആളെന്ന് ഉള്ള രീതി ജീവിക്കാൻ ഒത്താൽ അതല്ലേ ഭാഗ്യം? Isn't it blessed to say somebody says about you that he's a God-fearing person? നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let us submit ourselves this morning and close our eyes. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray to the Lord. നമ്മൾ എങ്ങനെയാ പ്രതികരിക്കുന്നത്? പലപ്പോഴും how do we normally respond to this? എൻ്റെ അവകാശങ്ങൾ, എൻ്റെ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. We often fight for our own rights.
എല്ലാ അവകാശങ്ങളും വിട്ട് ഇറങ്ങി വന്നവനെയാണ് നമ്മൾ We സേവിക്കുന്നത്. serve a God who left all the rights and glories of heaven. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്തു വന്നവനെയാണ് നമ്മൾ We സേവിക്കുന്നത്. serve a God who was equal and he was God and he left all the glories of heaven and came down to this lowly earth. പിന്നെ നമ്മൾ എന്നാ ഭാവിക്കാനായിട്ടാ? So what can we pretend above that? ഇന്ന് രാവിലെ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. Let us surrender ourselves this morning. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. ഹല്ലേലൂയ. Hallelujah. Our Heavenly Father, we thank you for speaking to us this morning, Lord. Even though this is very difficult word that you shared with us this morning, but Father, I pray that you'll help us to take it to heart. Help us not to do evil for evil, but let's do good for evil, Lord. Help us to forgive others. Get rid of those burden that we carrying on for many years, Lord. Unforgiveness, Lord. We are locking ourselves in the jail cell of unforgiveness and calling out for help, but you will not listen to us, oh God. Father, help us to unlock. Help us to forgive others. Help us to be a good example, just like you have set in front of us, oh God. You left all the glories of heaven, came down to this lowly earth to die for people like sinners like us, oh God. We did not deserve it, oh God, but you showed us a great example every day of your life on this earth, oh God. Father, as we go from this place, help us to make a decision that I will be a comforter. I will bind up somebody's wound, oh God. I will be a person who will create peace in a stressful situation, oh God. Father, that's what you ask of us. I pray that thank you for speaking to us through your servant. Those who are listening to us online, I pray that this word will continue to speak to them, oh God. We thank you and we praise you. In Jesus Christ, our Lord's precious name we pray. Amen.